ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്നി. നമ്മുടെ മിക്സ് ആൻഡ് ടേസ്റ്റ് ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ചിക്കൻ സ്റ്റൂ ആണ്. എങ്ങനെയാണ് ഈ ചിക്കൻ സ്റ്റൂ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇനി അങ്ങോട്ട് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം. നമുക്ക് ഈ ചിക്കൻ സ്റ്റൂ തയ്യാറാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളത് കൂട്ടിയും കുറച്ചിട്ടൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. ആദ്യം ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ആ കുക്കറിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു ചെറിയ സൈസിലുള്ള സവാള അരിഞ്ഞത്, അതുപോലെ ഒരു 2 പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതെല്ലാം പച്ചമുളകൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി, അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല, അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മളിവിടെ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അതിന് തേങ്ങാപ്പാലിൻ്റെ 2ാമത്തെ പാലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1ാം പാല് നമ്മൾ മാറ്റി വെച്ചിട്ട് 2ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒരൊറ്റ വിസിൽ മാത്രം വന്നാൽ മതി. നമുക്ക് അതുവരെ ഒന്ന് കുക്ക് ചെയ്യാം. ഒരു വിസിൽ വന്നതിലത്തെ പ്രഷറൊക്കെ ഒന്ന് റിലീസായ ശേഷം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യുക. ഇപ്പം നമ്മുടെ ചിക്കനും പൊട്ടാറ്റോ ഒക്കെ കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു താളിപ്പാണ് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ മാക്സിമം യൂസ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ചേർക്കാം, ഇല്ലെങ്കിൽ ലാസ്റ്റ് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന ആ ഒരു സമയമാവുമ്പോൾ നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം. അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. ഇനി ചേർക്കുന്ന 2 ഇൻഗ്രീഡിയൻസും മസ്റ്റാണ്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നല്ലൊരു ഫ്ലേവറാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇതൊന്ന് ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് പട്ട, ഗ്രാമ്പൂ മാത്രം ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വേവിച്ച ചിക്കന് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1ാം പാല് ചേർക്കുമ്പോൾ നമ്മളിതിൽ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഗ്രേവി തിളപ്പിക്കരുത്. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. തിള വരുന്നു എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ സ്റ്റൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. പത്തിരിയുടെ കൂടെ, വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുവരെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.